രാജ്യത്തെ 6ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 58 മണ്ഡലങ്ങളിൽ ശനിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷ നിയമസഭയിലേക്കുള്ള 3ാം ഘട്ട തെരഞ്ഞെടുപ്പും 25-ന് നടക്കും. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 58 മണ്ഡലങ്ങളിലും വാശിയേറിയ പ്രചരണ പരിപാടികളാണ് മുന്നണികൾ സംഘടിപ്പിച്ചത്. 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ രാജ്യതലസ്ഥാനത്തെ 7 മണ്ഡലങ്ങൾ തന്നെയാണ് ദേശീയ ശ്രദ്ധയാകർഷിക്കുന്നതും. ബിജെപിയുടെ കൈവശമുള്ള 7 മണ്ഡലങ്ങളും പിടിച്ചടക്കാൻ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന്റെ ശ്രമം അവസാന മണിക്കൂറുകളിലും തുടരുകയാണ്. അതേസമയം മദ്യനയ അഴിമതി, സ്വാതി മലിവാൾ വിഷയം, ആം ആദ്മി പാർട്ടിയുടെ ഖാലിസ്ഥാൻ ബന്ധം എന്നിവ ഉയർത്തിക്കാട്ടി ബിജെപി പ്രതിരോധം തീർക്കുന്നു. പശ്ചിമ ബംഗാളിലും ശക്തമായ പ്രചരണമാണ് മുന്നണികൾ കാഴ്ചവെച്ചത്. തൃണമൂൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ബംഗാളിൽ ഇടത് കോൺഗ്രസ് സഖ്യത്തിന്റെ സാന്നിധ്യവും പ്രകടമാണ്. ഹരിയാനയിൽ ബിജെപിക്കും പ്രതിപക്ഷ സഖ്യത്തിനും ഭീഷണിയായി INLDയും ജനനായക് ജനതാ പാർട്ടിയും രംഗത്തുണ്ട്. ഒഡീഷയിൽ ബിജു ജനതാദളും ബിജെപിയും കോൺഗ്രസും തമ്മിൽ ത്രികോണ മത്സരമാണ്. പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷ നിയമസഭയിലെ 42 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും 25-ന് നടക്കും. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 14 മണ്ഡലങ്ങളിലും ബിജെപി മികച്ച പ്രചരണമാണ് സംഘടിപ്പിച്ചത്. കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രിയടക്കം മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചു. ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും NDAയുടെ കൈവശമുള്ളവയാണ്. അതിനാൽ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകളും ഏറെയാണ്. ജനം, ഡൽഹി.